പ്രിയ നേതാക്കളെ, എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, തിരഞ്ഞെടുപ്പിന്റെ പ്രചരണം ഇന്ന് ആരംഭിക്കുകയാണ്. കുറെ ദിവസങ്ങളായി സംഘടനാ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പല ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിൽ പോലും കാലാകാലങ്ങളിൽ നമ്മൾ നടത്തുന്ന ഈ യാത്ര ഇന്ന് തുടക്കം കുറിക്കുമ്പോൾ മനസ്സിലേറെ ആശ്വാസമുണ്ട്. കാരണം ഒരു ഒന്നാം ഘട്ടം കഴിഞ്ഞു, രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുക. ഇനി ഏറെ ദിവസം ഈ ജയിലും കൊണ്ട് നടക്കണ്ടല്ലോ എന്നൊരു ആശ്വാസമാണ് മനസ്സിലാക്കുന്നത്. കാരണം സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉദ്ഘാടകൻ സിദ്ദിഖ് ചാട്ടൂളി പോലെ ഈ ചെറിയ വാക്കുകളിൽ എല്ലാം അടങ്ങുന്ന ഒരു പുസ്തകം അദ്ദേഹം ചെയ്തു. നിങ്ങളെയെല്ലാം അനുഗ്രഹവും നിങ്ങളെയെല്ലാം സഹായവും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലക്ക് എനിക്ക് കിട്ടും എന്നെനിക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ജയിക്കും എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ തുടക്കം കുറിക്കുന്നത്. മാർട്ടിൻ ACCയുടെ പ്രസിഡന്റാണ്. അങ്ങയുടെയും കൂടെ വിജയമാണ് എന്റെ വിജയം എന്നങ്ങയെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവമുള്ള തെരഞ്ഞെടുപ്പായിട്ട് കാണുന്നുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിന്റെ അകത്ത് എന്താണ് ഇതിന്റെ പ്രസക്തി എന്നതിനെ കുറിച്ച് നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. നിങ്ങൾക്കൊക്കെ അറിയാം, പക്ഷേ അത് കൺവേ ടു പബ്ലിക്. അതാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് ജയിക്കണം? ഇവിടെ ജയിക്കുന്നില്ലെങ്കിൽ നേരത്തെ സിദ്ദിഖ് പറഞ്ഞതുപോലെ BJPയുടെ CPMന്റെ ശക്തി ആളുകൾ കൂടും, BJPക്കാർ കടന്നു വരും. ഇങ്ങനെ കടന്നു വരുമ്പോൾ നമ്മുടെ ജനാധിപത്യ മതേതര ശക്തിയും സ്വഭാവവും ഈ നാടിന് നഷ്ടപ്പെടുന്നിടത്ത് ഈ നാട് തടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തുടക്കത്തിലെ അതിനെ തടുത്ത് നിർത്തി പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത് ഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് നമ്മുടെ രാജ്യത്ത് പോകും എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് അതിന് തുടക്കം കുറിക്കാൻ അനുവദിക്കാതെ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കണം. ജനങ്ങളെ മുമ്പിൽ എന്തുകൊണ്ട് UDF ജയിക്കണം, എന്തുകൊണ്ട് കെ സുധാകരന്റെ കൈച്ചിഹ്നത്തിന് വോട്ട് ചെയ്യണം എന്നത് നിങ്ങൾ സാങ്കേതികമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി വേണം ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ. പ്രചരണത്തിന് പോയാൽ ഇറങ്ങിപ്പോകാൻ. അങ്ങനെ അതിനുശേഷമേ പോകാവൂ. അല്ലാതെ ധൃതിപിടിച്ചൊരു കത്തും കൊടുത്ത് നിങ്ങൾ പിരിഞ്ഞു പോകരുത് എന്ന് ഞാൻ അന്വേഷിക്കുകയാണ്. മനസ്സിലാക്കിക്കണം. കാരണം സാധാരണക്കാരായ ആളുകൾക്കൊന്നും അതിന്റെ ഗൗരവം അറിയില്ല. ഗൗരവം നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ ഇവിടെ ജനാധിപത്യം ഉണ്ടാവില്ല, മതേതരത്വം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. തിരിച്ചു വരുമ്പോ നമ്മളെല്ലാം ദുഃഖിക്കേണ്ടി വരും. ആ ദുഃഖം വരാതിരിക്കാൻ ഒന്ന് മനസ്സ് വെച്ച് എല്ലാ ആളുകളും ഗൃഹസന്ദർശനം നടത്തി വീടുകളിലെ വോട്ടർമാരെ കണ്ട് അവരെ ഒരു ക്യാൻവാസ് ചെയ്ത് അവർക്കൊരു ക്ലാസ് കൊടുത്ത് എന്തുകൊണ്ട് UDF ജയിക്കണം, അതിന്റെ ഒരു രാഷ്ട്രീയ വശം പോലെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മുൻപോട്ട് പോകാൻ പ്രചരണ ദിവസവും പ്രചരണ സമയവും നിങ്ങൾ വിനിയോഗിക്കണം എന്ന് മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും ഞാൻ അഭിവാദ്യം അർപ്പിക്കുന്നു. നിങ്ങളുടെ പിന്തുണയുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോകുന്നു. നിങ്ങൾക്ക് നമസ്കാരം ചെയ്യും.